ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 3 പേർ ഓട്ടോ തൊഴിലാളികൾ, ഒരാൾ വഴിയാത്രക്കാരി, അങ്ങനെയാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഈ 2 പേർക്ക്, കാറിൽ യാത്ര ചെയ്തവർക്ക് വലിയ പരിക്കുകളില്ല. പക്ഷേ അവിടെ വഴിയിൽ നിൽക്കുകയായിരുന്നവർക്കാണ്, ഫുട്പാത്തിൽ നിൽക്കുകയായിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായ പരിക്കാണ്. ഒരാൾ യാത്രക്കാരിയാണ് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. രാഹുൽ, ഈ പോലീസ് സ്ഥലത്തുണ്ടോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ ഈ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടർ നടപടികളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി പോലീസ് ഈ ഗതാഗത നിയന്ത്രണം, ഇവിടെ ഈ വലിയ തിരക്കുള്ള റോഡാണ്, ഗതാഗതം നിയന്ത്രിക്കാനുള്ള തിരക്കിലാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കാരണം പോലീസ് എല്ലാം ഉള്ള, പ്രത്യേകിച്ച് ട്രാഫിക് വാർഡന്മാരുള്ള സ്ഥലമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ അമ്മ ആശുപത്രി എത്തിയതാണ്. ആ സമയത്ത് അപകടം കണ്ടിരുന്നു. അമ്മേ, ഈ അപകടം കണ്ടിരുന്നോ? കണ്ണുകൊണ്ട് കണ്ടത് സാറേ. 17 വയസ്സായ ഒരു മോനും മോളും കമ്പിക്കകത്തൂടെ നടന്നിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കമ്പിക്കകത്തൂടെയാണ് നടന്നു വരുന്നത്. അപ്പം റോഡിൽ വണ്ടിയൊന്നും തോനെ ഇല്ല, ആട്ടോ പോലും ഇല്ല. ഈ 2 ആണുങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പൈസ കൂടുതലായിട്ട് ഞാൻ ഒരു 10 കാലെടുത്ത് വച്ചില്ല സാറേ. എന്തോരോ ഒരു സൗണ്ട്, ഈ സൗണ്ട് കേട്ട് എന്തരെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാനും പേടിച്ചു പോയി. വണ്ടി കാറങ്ങ് എവിടെ നിന്ന് വന്നെന്ന് ഞാൻ അങ്ങോട്ടാണ് നടന്നത്. ഞാൻ ഓട്ടോയ്ക്ക് വന്നിട്ട് അങ്ങോട്ടാണ് നടന്ന് അങ്ങോട്ട് പോയപ്പോൾ സൗണ്ട് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാറുകാരൻ കൊണ്ട് കമ്പിയിൽ ഇടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ ഈ ആട്ടോക്കാരന്മാരെ കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് കമ്പീനെ പിടിച്ചിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് 2 ആട്ടോക്കാരന്മാരും അങ്ങ് തെറിച്ച് കിടക്കുന്ന, അവരെ മുമ്പിൽ കിടക്കുന്ന ഈ പെൺകൊച്ചു, ഈ പെൺകുട്ടി അവരെ മുമ്പിൽ ഇവിടെ എത്തിയ പെൺകുട്ടിയാണ് ഈ മോനുമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓടി വരി. അവിടെ കിടന്ന് ഈ സൗണ്ട് കേട്ട് ഒരുപാട് പേര് പുറത്തിറങ്ങി. ഞാൻ കിടന്ന് വിളിച്ചു ഓടി വരി, അപകടം പറ്റി കിടക്കുന്നു, ഓടി വരി എന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് വിളിച്ചു. ഞാൻ ഇവിടെ മുന്നിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഈ അമ്മ ഇവിടെ ഇരിക്കുന്നു ആഹാരം വെച്ചോണ്ട്. അപ്പം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നെങ്കിൽ ഞാൻ കുരുക്കിലായി പോയെങ്കിൽ ഞാൻ മുമ്പോട്ട് നീങ്ങി പൈസ കൂടുതലായിട്ട് വേറെ വണ്ടി വിളിക്കാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ പെൺകുട്ടി ഈ 2 ആട്ടോയുടെ അപ്പുറത്ത് കിടക്കുന്നു. ആട്ടോക്കാരൻ കാറിൽ വന്ന 2 പേർക്ക് ഒരു പരിക്കില്ല, ഒരു കുപ്പിച്ചില്ലി പോലും കൊണ്ടില്ല. എന്നിട്ടും ഞാൻ പറഞ്ഞു ഈ മോളെ കൂടെ ഒരു മോനുണ്ടെന്ന് പറഞ്ഞു. കാറ് വേഗത്തിൽ വന്ന് ഇടിച്ചതല്ലേ സാറേ ഇത്രയും ഇതിലിങ്ങ് വന്നിരിക്കുന്നു. ഞാൻ വന്ന ഓട്ടോയില ഓട്ടോക്കാരൻ ഇവിടെ നിന്നത്. ഞാൻ ഓട്ടം വിളിച്ചത് അതുവരെ തിരിഞ്ഞു. ശബ്ദം എന്ന് പറഞ്ഞാൽ എവിടെന്നോ എന്തരോ പൊട്ടിത്തെറിക്കുന്ന പോലെ. അപ്പൊ എന്തരെന്ന് പറഞ്ഞ് ഞാനും പേടിച്ച് കമ്പിയെ കയറി പിടിച്ചു. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ ആ സംഭവം നേരിട്ട് കണ്ട അമ്മയാണ് നമ്മോട് പ്രതികരിച്ചത്. അത്രമാത്രം വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ഇവരെല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുകയും അങ്ങനെ ഈ അപകടം കാണിക്കുകയും ചെയ്തത്. നമുക്കെന്തായാലും പോലീസിനോട് സാർ എന്തെങ്കിലും പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആണല്ലേ? എന്തുകൊണ്ടാണ് എന്നുള്ളതും ഇല്ലില്ല. അത് ആള് നമുക്ക് കസ്റ്റഡി ഉണ്ടായാലും മെഡിക്കൽ നടത്താനായിട്ട് കൊണ്ടുപോയാണ്. അത് കഴിഞ്ഞിട്ട് മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ് കാർ. അതുമായി ബന്ധപ്പെട്ട വിവരമല്ലോ അന്വേഷണം നോക്കുന്നേ ഉള്ളൂ. അപ്പം അതാണ് പ്രാഥമിക വിവരം. പങ്കുവയ്ക്കാൻ സമയമായിട്ടില്ല, അന്വേഷണം നടക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്, എവിടെ നിന്ന് വന്നവരാണ്, ഈ രജിസ്ട്രേഷനിൽ നമ്പർ പ്ലേറ്റിലുള്ളതുപോലെ മട്ടാഞ്ചേരിയിൽ നിന്ന് തന്നെ വന്നവരാണോ എന്നുള്ള ചോദ്യങ്ങളാണ് മുന്നിലുള്ളത്. എന്തായാലും ഇടിയുടെ ആഘാതം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാകാനുള്ളത്. കാരണം ഒന്ന് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ ഈ വാഹനം വരുന്നു, നിയന്ത്രണം വിട്ട് വരുന്നു. കാൽനട യാത്രക്കാർ ഫുട്പാത്തിനുള്ളിൽ കയറി നടക്കണം എന്നതാണ് നിയമം. അങ്ങനെ നടന്നവർക്കാണ് ഇത്തരത്തിലൊരു അപകടം പറ്റിയതെന്നാണ് വളരെ ദൗർഭാഗ്യകരം. അവിടെ നിൽക്കുകയായിരുന്ന ഓട്ടോ തൊഴിലാളികൾ, ഒപ്പം കാൽനട യാത്രക്കാരി, ഇവർക്കാണ് ഇപ്പോൾ അതിഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചവർ എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്? അമിത വേഗമാണോ, നിയന്ത്രണം വിട്ടതാണോ, മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും മെഡിക്കൽ പരിശോധനകൾക്കായി ഇവരെ കൊണ്ടുപോയി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വിവരവും. രാഹുൽ ജി നാഥാണ് വിശദവിവരങ്ങൾ നൽകിയത്.